അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ, ഈ സമയങ്ങളുടെ ബറക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അത്യുദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർണ്ണമായി പുറത്തു തന്നു മഗ്ഫിറത്ത് നിന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, മറ്റ് സങ്കടങ്ങൾ, പ്രതിസന്ധികൾ എല്ലാറ്റിനും ശിഫ തന്ന്, സലാമത്ത് തന്ന്, സമാധാനം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, മസ്ജിദിൻ്റെ പരിസരത്ത് തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, മറ്റു മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുഴുവൻ ഖബറാളികൾ, അള്ളാഹു അവരുടെ ബർസഖി ലോകം സ്വർഗീയ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ ഹാജിമാർ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാർ, ഹജ്ജുമ്മമാർ, പടച്ചവൻ എല്ലാ തൗഫീഖുകളും കൊടുത്ത് അവർ ഓരോരുത്തരെയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ എല്ലാ തൗഫീഖും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും സുപ്രധാനമായ ആദ്യ പത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ദുൽഹജ്ജ് 7 വരുന്ന ഞായറാഴ്ച ദുൽഹജ്ജ് 9 സുന്നത്തായ അറഫ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ട ദിവസവും തിങ്കളാഴ്ച ഈദുൽ അദ്ഹ എന്ന ബലിപെരുന്നാൾ ദിവസവുമാണ്. പരിശുദ്ധമായ മക്കയിൽ വിശുദ്ധമായ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്ന സമയത്താണ് നാം ജുമുഅ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മക്കയിലെ താമസ സ്ഥലത്ത് നിന്നും, അതല്ലെങ്കിൽ മറ്റ് മീഖാത്തുകളിൽ നിന്നും ഹജ്ജിനായി നിയത്ത് ചെയ്ത, ഇഹ്റാം ചെയ്ത ഹാജിമാർ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെയായി മക്കയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തുള്ള പരിശുദ്ധമായ മിനയിൽ എത്തിച്ചേരുകയും ഇന്ന് വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം, അല്ലെങ്കിൽ ഇശാഇന് ശേഷം, അതല്ലെങ്കിൽ നാളെ ശനിയാഴ്ച സുബഹിന് ശേഷം ഇന്ന് മിനയിൽ രാപാർത്തതിന് ശേഷം നാളെ രാവിലെ സുബഹിന് ശേഷം ഒക്കെയായി മിനയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം അകലെയുള്ള പരിശുദ്ധമായ അറഫയിലേക്ക് ഹാജിമാർ പുറപ്പെടുകയാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുൽഹജ്ജ് 9 അറഫ ദിനം നാളെയാണ്. പെരുന്നാൾ ദിവസം ഞായറാഴ്ചയാണ്. നാളെ അറഫ ദിവസം ശനിയാഴ്ച ളുഹർ മുതൽ മഗ്രിബ് വരെ ഇബാദത്തിലായി, പ്രാർത്ഥനകളിലായി പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ഹാജിമാർ നാളെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, മഗ്രിബിന് ശേഷം നിസ്കാരം നിർവഹിക്കുന്നത് മുസ്ദലിഫയിൽ ചെന്നിട്ടായിരിക്കും.
നാളെ മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ ഇശാഇന് ശേഷം അറഫയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം അകലെയുള്ള മുസ്ദലിഫയിൽ രാത്രി എത്തിച്ചേരുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്ത് ഞായറാഴ്ച അവരുടെ പെരുന്നാൾ ദിവസം സുബ്ഹ് നിസ്കാര ശേഷം ജംറകളിൽ എറിയാനുള്ള ഏകദേശം 70 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കിയിട്ട് മുസ്ദലിഫയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള മിനയിലേക്ക് ജംറാത്തുകളിലേക്ക് കാൽനടയായി ഹാജിമാർ പുറപ്പെടുകയും ജംറത്തുൽ അഖബയിൽ അന്ന് കല്ലേറ് നിർവഹിക്കുകയും അതിനുശേഷം മുടി കളഞ്ഞ് ബലിദാനം നടത്തേണ്ടവരുണ്ടെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ നിർവഹിച്ച് ഞായറാഴ്ച തന്നെ വിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജിന്റെ നിർബന്ധമായ തവാഫും സഅയും ഒക്കെ ചെയ്യാൻ സൗകര്യമുള്ളവർ വിശുദ്ധമായ മക്കയിൽ കഅബത്തിങ്കൽ പോയി തവാഫ് ചെയ്ത് ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് തിരിച്ച് മിനയിൽ വന്ന് തന്നെ മിനയിലെ ടെന്റുകളിൽ വന്ന് രാപ്പാർക്കുകയാണ്. 3 ദിവസക്കാലം ഏകദേശം ദുൽഹജ്ജ് 11, 12, 13 അവരെ സംബന്ധിച്ചിടത്തോളം തിങ്കൾ, ചൊവ്വ, ചിലപ്പോൾ 3-ാമത്തെ ദിവസം ബുധനാഴ്ച കൂടി 3 ദിവസങ്ങൾ മിനയിലെ ടെന്റുകളിൽ രാപാർക്കുകയും ഓരോ ദിവസവും ളുഹർ നിസ്കാരത്തിന് ശേഷം ളുഹറിന് ശേഷം ജംറകളിൽ പോയി 3 ജംറകളിൽ കല്ലെറിയാനുള്ള 3 ജംറകളിൽ ഓരോ ജംറകളിലും 7 കല്ലുകൾ വച്ച് എറിയുകയും ചൊവ്വാഴ്ച അതല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ബുധനാഴ്ച കൂടി കല്ലെറിഞ്ഞ് ഹജ്ജിന്റെ നിർബന്ധമായ തവാഫും സഅയും ചെയ്യാത്തവരുണ്ടെങ്കിൽ മിനയിൽ നിന്നും മടങ്ങി വന്ന് മക്കയിൽ കഅബയിൽ വന്ന് ഹജ്ജിന്റെ നിർബന്ധമായ തവാഫും സഅയും നിർവഹിക്കുക കൂടി ചെയ്യുന്നതിലൂടെ ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പോയവർക്ക് പലവട്ടം പോകാൻ ഒരു വട്ടമെങ്കിലും വിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനുമായി പരിശുദ്ധമായ ഹറമുകളിൽ എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനിക്കട്ടെ. വിശുദ്ധ മക്കയിലും മിനയിലും ഒക്കെയുള്ള നാം ഓരോരുത്തരുമായി ഏതെങ്കിലും നിലക്കൊക്കെ ബന്ധമുള്ള നമ്മുടെ ഹാജിമാർ, ഹജ്ജുമ്മമാർ നല്ല ഒരുമിച്ചു കൂടിയിട്ടുള്ള 20 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന നമ്മുടെ പ്രതിനിധികളായി വിശുദ്ധ മക്കയിൽ ഹജ്ജിന്, മിനയിൽ, അറഫയിൽ ഒക്കെ ഒരുമിച്ചു കൂടുന്ന നമ്മുടെ ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കട്ടെ. മഖബൂലും മബ്റൂറുമായി മർളിയായി ഹജ്ജിന്റെ ഉംറയുടെ അമലുകൾ നിർവഹിക്കാൻ പടച്ചവൻ എല്ലാ തൗഫീഖുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം നാളെ അറഫ സംഗമത്തിന്റെ ദുൽഹജ്ജ് 9-ന്റെ ദിവസമാണ്. നാളെ കഴിഞ്ഞ് ഞായറാഴ്ച അവിടെ ബലിപെരുന്നാളാണ്. നമുക്ക് ഞായറാഴ്ചയാണ് അറഫ. ദുൽഹജ്ജ് 9 നമുക്ക് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ചയാണ് ദുൽഹജ്ജ് 10 എന്നുള്ള ബലിപെരുന്നാളിന്റെ ദിവസം. അവിടെയും ഇവിടെയും വ്യത്യസ്ത ദിവസങ്ങൾ അറഫ വരിക, പെരുന്നാൾ വരിക എന്നുള്ളത് അത് പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. അത് സ്വാഭാവികമാണ്. ഒരു ദിവസം മുന്നേ അവിടെ അറഫ വരിക, പിറ്റേ ദിവസം ഇവിടെ അറഫ, അവിടുത്തെ പെരുന്നാളിന് ശേഷം ഇവിടെ പെരുന്നാൾ. വ്യത്യസ്തമായ ദിവസങ്ങളിൽ പെരുന്നാളുകൾ, നോമ്പുകൾ, അറഫ എന്നൊക്കെ ഉള്ളത് ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. അവിടെയും ഇവിടെയും ഒന്നായിരുന്നെങ്കിൽ എന്ന്, അത് വലിയ സന്തോഷമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പെരുന്നാളൊക്കെ അവിടെയും ഇവിടെയും ഒന്നായിരുന്നെങ്കിൽ എന്നുള്ളത്.
പക്ഷെ സ്വാഭാവികമായും ചില വർഷങ്ങളിൽ അങ്ങനെ 2 ദിവസങ്ങൾ മാറി വരാറുള്ളതാണ്. ഈ പെരുന്നാളുകൾ അതല്ലെങ്കിൽ നോമ്പ് എന്നൊക്കെ ഉള്ളത് നിർബന്ധമായും ഒരു ദിവസം തന്നെയാകണം എന്നുള്ളത് നമുക്ക് ദീൻ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. നിർബന്ധമായും ലോകത്ത് എല്ലായിടത്തും നോമ്പ് ഒറ്റ ദിവസമാകുക, ഈ പെരുന്നാൾ ഒറ്റ ദിവസമാകുക, അങ്ങനെ ഒന്നും ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചിലപ്പോൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗത്തുമായേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ, സഹാബത്തിന്റെ കാലഘട്ടം മുതൽ ഈ ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. വ്യത്യസ്ത ദിവസങ്ങളിലായേക്കും. ബഹുമാനപ്പെട്ട ഖുറൈബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഷാമിൽ വച്ച് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ അടങ്ങുന്ന ആ പ്രദേശത്ത് ഒരു വർഷം നോമ്പ് തുടങ്ങുന്ന, റമദാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഷാമിലായിരുന്നു, ഫലസ്തീനിലായിരുന്നു. അവിടെ വെള്ളിയാഴ്ച നിലാവ് കണ്ടു. അങ്ങനെ റമദാൻ നോമ്പ് വെള്ളിയാഴ്ച ആരംഭിച്ച് അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചു. പിന്നീട് മദീനയിൽ അദ്ദേഹം മടങ്ങി വന്നപ്പോഴാണ് അറിയുന്നത് മദീനയിൽ നോമ്പ് ആരംഭിച്ചത് ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയല്ല. വെള്ളിയാഴ്ച ഫലസ്തീനിൽ നിലാവ് കണ്ട് നോമ്പ് പിടിച്ച സഹാബിയാണ് ഖുറൈബ് റളിയല്ലാഹു തആല. അദ്ദേഹം മദീനയിൽ മടങ്ങി വന്നപ്പോഴാണ് അറിയുന്നത് ഈ നാട്ടിൽ മദീനയിൽ നോമ്പ് ആരംഭിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ചയല്ല, ശനിയാഴ്ചയാണ് നോമ്പ് ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന ഏറ്റവും വലിയ സഹാബി, ആ സഹാബിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. ഞാനിങ്ങനെ വെള്ളിയാഴ്ച നോമ്പടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, ഇവിടെ വന്നപ്പോ എങ്ങനെയാണല്ലോ, ഇവിടെ ശനിയാഴ്ചയാണല്ലോ തുടങ്ങിയത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാകിൻ റഅയ്നാഹു ലൈലത്തസ് സബ്ത്, ഞങ്ങൾ നിലാവ് കണ്ടത് ശനിയാഴ്ച രാത്രിയാണ്, വൈകിട്ടാണ്. നിങ്ങൾ അവിടെ വെള്ളിയാഴ്ച വൈകിട്ട് കണ്ടു, ഞങ്ങൾ ഇവിടെ മദീനയിൽ ലാകിൻ റഅയ്നാഹു, ഞങ്ങൾ നിലാവ് കണ്ടത് ലൈലത്തസ് സബ്ത്, ശനിയാഴ്ചയാണ്, ശനിയാഴ്ച വൈകിട്ടാണ്. ഖുറൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അപ്പോൾ ഷാമിൽ കണ്ട നിലാവ് മദീനയിൽ നിങ്ങൾക്ക് മതിയാകില്ലേ? അവിടെ കണ്ട നിലാവ് അനുസരിച്ച് ഇവിടെ നോമ്പ് പിടിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തു, ഇല്ല, അത് പോരാ. ഹാക്കദാ അമറനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ നിലക്ക് ചെയ്യാനാണ്. ലാ, അത് പോരാ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കാൻ, അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യരായ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കാൻ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലാ, അത് പോരാ, ആ നിലാവ് ഞങ്ങൾക്ക് പോരാ. ഓരോ നാട്ടിലും നിലാവ് കാണുന്നതിനനുസരിച്ച്, ആ നാട്ടിൽ കാണുന്ന നിലാവനുസരിച്ച് ആ നാട്ടുകാര് അമൽ ചെയ്യുക, ഈ നാട്ടിൽ കാണുന്ന നിലാവനുസരിച്ച് ഈ നാട്ടുകാര് അമൽ ചെയ്യുക. ഹാക്കദാ അമറനാ റസൂലുള്ളാഹ്, അപ്രകാരമാണ് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തു. ഈ മാറ്റം അവിടെ ഇവിടെയൊക്കെ 2 ദിവസം ആകുക എന്നുള്ളത് ഇന്നൊന്നല്ല തുടങ്ങിയതല്ല. അത് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ്. സൂമൂലി റുഅയതിഹി, നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. വഅഫ്തിറൂ ലിറുഅയതിഹി, നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പ് നിർത്തി പെരുന്നാൾ കൊണ്ടേക്കുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ നാട്ടിലും നിലാവ് കാണുന്നത് എന്നാണോ എങ്ങനെയാണോ അതനുസരിച്ച് ആ നാട്ടുകാർ അമൽ ചെയ്യുക.
അവിടെ കാണുന്നതനുസരിച്ച് അവർ, ഇവിടെ കാണുന്ന ഇതാണ് രീതി. ലോകത്തെ, ഇസ്ലാമിക ലോകത്ത് എക്കാലത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതി അതാണ്. എന്നാലും അറഫയിലെ ഹാജിമാര് നിൽക്കുന്ന ദിവസം നാളെയല്ലേ, ആ നാളെയല്ലേ നമ്മൾ അറഫ നോമ്പ് പിടിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികട്ടി വരും. എന്നാലും അറഫ നോമ്പ് നാളെയാണല്ലോ ഹാജിമാര് നിൽക്കുന്നത്, പിന്നെ നാളാഴ്ച നോമ്പ് പിടിച്ചാൽ അങ്ങനെ ശരിയാകും, നാളെയല്ലേ പിടിക്കേണ്ടത്, അങ്ങനെ തികട്ടി. ചില സംഘടനക്കാരൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ വിഷയം നമുക്ക് വിടാം. കാരണം ഇന്ന് പറയുന്ന നാളെ പറയാത്തവരാണ്. ആ സംഘടനക്കാരിൽപ്പെട്ട ചിലര് തന്നെ തിരുത്തിയിട്ട് നിലാവ് കാണുന്നതനുസരിച്ച് ഓരോ നാട്ടിലും അമൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമുക്ക് സംസാരം വിഷയമല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഇങ്ങനെ തികട്ടി വരുമല്ലോ, ഹാജിമാര് നാളെയല്ലേ അറഫയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് നാളെ തന്നെയല്ലേ അറഫ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് എന്നൊരു ചോദ്യം. നാളെ ശനിയാഴ്ച പകൽ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയം. നാളെ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള പകലിലെ സമയമാണ്. ഹാജിമാര് അറഫയിൽ നിൽക്കുന്ന അതേ സമയം തന്നെയാണ് നോമ്പ് പിടിക്കേണ്ടത് ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്ന് വാശി പിടിച്ചാൽ ആ നാളത്തെ ആ ഹാജിമാര് നിൽക്കുന്ന അതേ സമയം രാത്രിയായ പല രാജ്യങ്ങളും രാജ്യക്കാരും ഉണ്ട്. അവര് രാത്രി നോമ്പ് അനുഷ്ഠിക്കേണ്ടി വരും. രാത്രി നോമ്പ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ലല്ലോ. ആ സമയം രാത്രിയായ പാതിരയായ രാജ്യങ്ങളുണ്ടല്ലോ ലോകത്ത്. ഭൂമി ഉരുണ്ടുപോയല്ലോ. അതുകൊണ്ട് ആ സമയം രാത്രിയായിട്ടുള്ള സ്ഥലങ്ങൾ അവർ രാത്രി സമയത്ത് നോമ്പ്, അത് പ്രായോഗികമല്ലല്ലോ. മാത്രമല്ല, ദുൽഹജ്ജ് 9 അറഫ നോമ്പ് നാളെ ഒരാള് പിടിച്ചാൽ നാളെ കഴിഞ്ഞ ഞായറാഴ്ച ദുൽഹജ്ജ് 10 ആ വ്യക്തിക്ക് പെരുന്നാളാകണം. അറഫ നോമ്പ് പിടിക്കേണ്ടത് ദുൽഹജ്ജ് 9-നാണല്ലോ. ദുൽഹജ്ജ് 9-നാണ് അറഫ നോമ്പ്. നാളെ ദുൽഹജ്ജ് 9 അറഫ നോമ്പ് എന്ന നിയ്യത്ത് വെച്ച ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച ദുൽഹജ്ജ് 10 പെരുന്നാളായി. പിന്നെ തിങ്കളാഴ്ച വരെ പെരുന്നാളിന് കാത്തിരിക്കാൻ പറ്റൂലല്ലോ. നാളെ അറഫ നോമ്പ് പിടിക്കുന്നവർ നാളെ കഴിഞ്ഞ് ദുൽഹജ്ജ് 10 പെരുന്നാളാക്കൽ, അതാണ് ന്യായം. അതല്ലാതെ നാളെ കഴിഞ്ഞ് പിന്നെ പെരുന്നാള് എന്ന് പറഞ്ഞാൽ അത് അന്യായാണ്. അതിന് മറുപടി ഇല്ല. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും മുസ്ലിം ഉമ്മത്തിന് സ്വീകാര്യമായ ഒരു രീതി, ഏത് നാട്ടിൽ എന്നാണോ നിലാവ് കാണുന്നത് അതനുസരിച്ച് മാസങ്ങൾ തീരുമാനിക്കുക, നോമ്പ് തീരുമാനിക്കുക, പെരുന്നാൾ തീരുമാനിക്കുക, അറഫ കൊള്ളുക, അറഫ നോമ്പനുഷ്ഠിക്കുക, ലൈലത്തുൽ ഖദ്ർ കൊള്ളുക. ഇതാണ് ലോകത്തെല്ലായിടത്തും പ്രായോഗികമായ രീതി. അതാണ്. അതല്ലാത്തൊരു രീതി സ്വീകാര്യമല്ല. അതിൽ പല അന്യായങ്ങളും അബദ്ധങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യൻ ദുന്യാവിൽ വെച്ച് ദുന്യാവിനെ മറക്കുന്ന ഒരു മഹാസംഗമമാണ് അറഫ സംഗമം. ഈ ദുന്യാവിൽ വെച്ച് ദുന്യാവിനെ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു മഹാസംഭവം ആണ് അറഫ സംഗമം. വേറൊരു ചിന്തയില്ല. മക്കളെപ്പറ്റി ഓർമ്മയില്ല, ഭാര്യയെപ്പറ്റിയുള്ള ചിന്തയില്ല, കമ്പനികളെപ്പറ്റിയും സ്ഥാപനങ്ങളെപ്പറ്റിയും നാട്ടിലെ മറ്റ് വ്യവഹാരങ്ങളെപ്പറ്റിയും ഒരു ചിന്തയില്ല. ദുന്യാവിൽ വെച്ച് ദുന്യാവിനെ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു മഹാസംഭവവും സംഗമവുമാണ് അറഫ സംഗമം എന്ന് പറയുന്നത്. മറ്റൊരു ചിന്തയില്ലാതെ ഒരു റക്അത്ത് നിസ്കാരം നിർവഹിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? വേറൊരു ചിന്ത, 2 മിനിറ്റ് വേണ്ടല്ലോ ഒരു റക്അത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ. 2 മിനിറ്റ് വേണ്ട. ആ 2 മിനിറ്റ് നേരം ഒരു റക്അത്ത് നിസ്കാരം ഒരു ചിന്തയുമില്ലാതെ നിർവഹിക്കാൻ എനിക്കും സാധിക്കാറില്ല, നിങ്ങൾക്കാർക്കും സാധിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കയറി വരും മനസ്സിലേക്ക്. അതങ്ങനെയാണ്.
എന്തെങ്കിലുമൊക്കെ കയറി വരും. ഇബ്ലീസിന്റെ വലയിൽ ഏതെങ്കിലും നിലക്ക് എത്ര ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താലും ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ മനസ്സിന്റെ കെട്ട് വിട്ടുപോകും. ഇബ്ലീസിന്റെ കെണിയിൽ നമ്മൾ പെട്ടുപോകും. പക്ഷേ അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 ളുഹർ മുതൽ മഗ്രിബ് വരെ വരുന്ന ഏകദേശം 6 മണിക്കൂർ സമയം, 6 മണിക്കൂർ സമയം മറ്റൊരു ചിന്തയില്ലാതെ ദുന്യാവിനെ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു സമയമാണ്. വേറെ ഒരു ചിന്തയും ഹാജിക്ക് അവിടെ ഉണ്ടാകൂല. ഇബ്ലീസിന് പ്രത്യേകിച്ച് റോളില്ലാത്ത ഒരു സമയം, ഒരു റോളും ഇബ്ലീസിനില്ല. മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഇബ്ലീസിന് കഴിയാത്ത ഒരു സമയം. അള്ളാഹുവിലേക്ക് മനസ്സ് കണക്ട് ചെയ്യപ്പെട്ട ഏകാഗ്രതയോടെ, തഖ്വയോടെ, ഇബാദത്തോടെ, ദുആയോടെ മനുഷ്യൻ ഹാജിമാര് കഴിഞ്ഞുകൂടുമ്പോ ഇബ്ലീസ് വെപ്രാളപ്പെട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു സമയം, അതാണ് അറഫ. ഇബ്ലീസിന് ഒരു റോളും ഇല്ല. കാരണം അത്ര വലിയ ഹാജിമാരും അല്ലാഹും തമ്മിലുള്ള ബന്ധം അത്ര വലുതാണ്, ആ കണക്ഷൻ അത്ര വലുതാണ്. ഹാജിമാർക്ക് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോ, മഗ്ഫിറത്ത് തിരിച്ചറിയുമ്പോ ഇബ്ലീസ് വെപ്രാളപ്പെടും. ഇനി എന്തിന് ഞാൻ ഈ ഭൂമിയിൽ ഈ മനുഷ്യരുടെ പിന്നാലെ നടക്കണം? ഇത്രകാലം ഇവരെ തെറ്റിച്ചതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ അറഫ സംഗമം കൊണ്ട് അല്ലാഹു എല്ലാം പുറത്തു കൊടുത്തല്ലോ. ഇനി എന്തിന് ഞാൻ ഇവരുടെ പിന്നാലെ നടക്കണം? അങ്ങനത്തെ ഒരു ദിവസമാണ് അറഫ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. ആ വലിയ സൗഭാഗ്യം അടിസ്ഥാനപരമായിട്ട് ലഭിക്കുന്നത് ഹാജിക്ക് മാത്രമാണ്. വലിയ സൗഭാഗ്യം അടിസ്ഥാനപരമായിട്ട് അള്ളാഹു കൊടുക്കുന്നത് അവിടെ സംഗമിക്കുന്ന ഹാജിക്കാണ്. എന്നാലും അതിന്റെ ഒരു വിഹിതം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിതരണം ചെയ്യുമെന്നാണ്. അറഫയിൽ ഇറങ്ങുന്ന അനുഗ്രഹങ്ങളുടെ, മഗ്ഫിറത്തിന്റെ സൗഭാഗ്യങ്ങളുടെ ഒരു വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളിലേക്കും അല്ലാഹു എത്തിക്കുന്നതാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക്, പ്രതീക്ഷയോടെ അതിന് അർഹത നേടാൻ വേണ്ടി ഇബാദത്തോടെ കാത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ തുഫറഖുൽ മഗ്ഫിറത്തു ഫിൽ അർദ്, ഭൂമി മുഴുവനും അടിസ്ഥാനപരമായ വലിയ സൗഭാഗ്യങ്ങൾ ഹാജിമാർക്ക് അല്ലാഹു നൽകും. പിന്നീട് അതിന്റെ ഒരു വിഹിതം ഭൂമി മുഴുവനും അല്ലാഹു വിതരണം ചെയ്യും. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് അർഹത നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് ദുൽഹജ്ജ് 9 നമ്മൾ സുന്നത്ത് നോമ്പാണെങ്കിലും നിർബന്ധമായി നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അത് അറഫയിൽ ഹാജി നിൽക്കുന്ന ദിവസം തന്നെ അറഫയുടെ നോമ്പ് പിടിക്കണമെന്നൊന്നുമില്ല. അത് പിറ്റേന്നാണെങ്കിലും അറഫയിൽ അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളുടെ വിഹിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ദുൽഹജ്ജ് ഈ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണല്ലോ. ദുൽഹജ്ജ് 9 മുതൽ, അത് നാളെയും അനുഷ്ഠിക്കാം. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 സുന്നത്തായ നോമ്പ് എന്ന നിയ്യത്തോടെ, അത് ഞായറാഴ്ചയും ദുൽഹജ്ജ് 9 പ്രത്യേകമായ അറഫ നോമ്പ് എന്ന നിയ്യത്തോടെ നോമ്പ് അനുഷ്ഠിക്കുക. നമ്മൾ കഴിയുന്ന ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റു വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ് ദുൽഹജ്ജ് 9 ഞായറാഴ്ച സുബഹ് മുതൽ നിസ്കാരങ്ങൾക്ക് ശേഷം ഫർള്, സുന്നത്ത് അടക്കമുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അദാ ആയ നിസ്കാരാകട്ടെ, ഖളാ ആയ നിസ്കാരാകട്ടെ, ഫർള് നിസ്കാരാകട്ടെ, സുന്നത്ത് നിസ്കാരം, ഏത് നിസ്കാരങ്ങളാകട്ടെ, ജമാഅത്തായിട്ടുള്ള നിസ്കാരാകട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതാകട്ടെ, പള്ളിയിലാകട്ടെ, വീട്ടിലാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, എല്ലാവർക്കും ഞായറാഴ്ച സുബഹ് മുതൽ, അറഫ ദിവസത്തിന്റെ അന്ന് ഞായറാഴ്ച സുബഹ് മുതൽ, ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച പെരുന്നാൾ കഴിഞ്ഞ് ചൊവ്വ, ബുധൻ, വ്യാഴം, അയ്യാമത്തെ ശരീക്കിന്റെ 3-ാമത്തെ ദിവസം വ്യാഴാഴ്ച അസർ വരെ, അസർ നിസ്കാരത്തിന് ശേഷം വരെ ആ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നഷ്ടപ്പെടുത്തരുത് നമ്മൾ.
ഈ സമയം മാത്രം നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ്. അടുത്ത വർഷം ഇത് ചൊല്ലാൻ ആരൊക്കെ ഉണ്ടാകും? വല്ലാഹു അലം. പക്ഷെ നമുക്കൊക്കെ ആഫിയത്തുള്ള ഇബാദത്തുള്ള ദീർഘായുസ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞായറാഴ്ച സുബഹ് മുതൽ വ്യാഴാഴ്ച അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചെല്ലുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഞായറാഴ്ച മഗ്രിബ് മുതൽ ബലിപെരുന്നാൾ നമ്മൾ നിസ്കരിക്കുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ഇല്ല, അത് പ്രത്യേക തക്ബീറാണ്. ഞായറാഴ്ച മഗ്രിബ് മുതൽ തിങ്കളാഴ്ച രാവിലെ നമ്മൾ പെരുന്നാൾ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, പള്ളിയിലേക്ക് വരുമ്പോ, പള്ളിയിൽ നിന്ന് പോകുമ്പോ, മാർക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ, വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ സുന്നത്തുകൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി ബലിപെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ബലിപെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ വീട്ടിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചേരുക. ആ നെയ്യത്തോടുകൂടെ കുളിക്കൽ പ്രത്യേകം അത് സുന്നത്താണ്. നമ്മൾ വെറുതെ കുളിച്ചാൽ സാധാ കുളിയാകുള്ളൂ. നെയ്യത്തോടെ ബലിപെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു, ആ നെയ്യത്തോടുകൂടെ നമ്മൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നമ്മൾ എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേരുക. ഉളഹിയത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അറവിന് മുമ്പ് നിർബന്ധമായും നമ്മൾ നിയ്യത്ത് ചെയ്തിരിക്കണം. ഇതെന്റെ സുന്നത്തായ ഉളഹിയത്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇത്ര ഷെയർ 7-1 അല്ലെങ്കിൽ 5-1 അല്ലെങ്കിൽ 2-1 എന്റെ സുന്നത്തായ ഉളഹിയത്താണ് എന്ന് ആ അറവിന് മുമ്പ്, പെരുന്നാളിന്റെ അന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്താലും മതി. നിസ്കാരം കഴിഞ്ഞ അറവിന് മുമ്പ് നമ്മൾ നിയ്യത്ത് ചെയ്താൽ മതി. എല്ലാവരും 7 പേരുണ്ടെങ്കിൽ 7 പേരും നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ 7 പേർക്കും വേണ്ടി ഒരാൾ നിയ്യത്ത് ചെയ്താലും മതി. നിയ്യത്ത് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അറവിലെ നമ്മുടെ നിയ്യത്ത് പരിശുദ്ധമാകണം. അറവിലെ നമ്മുടെ നിയ്യത്ത് അത് പരിശുദ്ധമാകണം. ഞാൻ ഇത്ര കിലോ ഉള്ള ഈ മഹല്ലിലെ, ഈ നാട്ടിലെ പരിസരത്ത് ആരും മറക്കാത്ത നിലക്കുള്ള ഏറ്റവും തലയെടുപ്പുള്ള സാധനം ഞാൻ അറുത്തിട്ടുണ്ട് എന്ന് ആളുകളെ കാണിക്കണം, അറിയിക്കണം. അങ്ങനെ ഒരു നിയ്യത്താകരുത്. അള്ളാഹുവിനെ കാണിക്കണം. ഞാൻ ഏറ്റവും മുന്തിയ ഇനമാണ് ഞാൻ അറുത്തത്, എന്നെ മറികടക്കാൻ ആരും ഈ മഹല്ലിലുമില്ല, ഈ നാട്ടിലുമില്ല. അള്ളാഹുവിനെ കാണിക്കാൻ, മറ്റുള്ളവരെ പറയാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു നിയ്യത്തെ നമുക്ക് പാടുള്ളൂ. അതിന്റെ രക്തവും മാംസമൊന്നും പടച്ചോര് വേണ്ട. നമ്മുടെ തഖ്വയാണ് അള്ളാഹുവിന് വേണ്ടത്. പരിശുദ്ധമായ ഖുർആനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ നിയ്യത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മാംസം അത് മുസ്ലിമീങ്ങൾക്ക്, ദുനിയാവിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഹലാലായതാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ അതിന്റെ ഒരു കഷണം പച്ചക്കോ വേവിച്ചോ എങ്ങനെയാകട്ടെ കഴിക്കുന്ന, കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഈ ദുനിയാവിലെ ഏറ്റവും പരിശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ സംസമാണ്. ആ സംസം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സംസം വെള്ളം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണേന് കുഴപ്പമില്ല. ഭൂരിപക്ഷ ഉലമാഇന്റെ അഭിപ്രായം അതാണ്. നമ്മൾ പള്ളികളിൽ നടത്തുന്ന നേർച്ച ഭക്ഷണം, നബിദിനമോ 17-ാം രാവോ എന്തുമായി നടക്കുന്ന നേർച്ചയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, അതും അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കണേന് കുഴപ്പമില്ല. പക്ഷേ ഉളഹിയത്തിന്റെ ഒരു കഷ്ണം കൊടുക്കരുത്. അത് നിയമമാണ്, അത് പ്രത്യേക ഇബാദത്താണ്. അത് പരിസരത്ത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഉളഹിയത്തല്ലാത്ത മറ്റു മാംസം വാങ്ങി നമ്മൾ കൊടുത്ത് അവരുമായിട്ടുള്ള സൗഹൃദം നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ഉളഹിയത്തുമായി ബന്ധപ്പെട്ടും ദുൽഹജ്ജുമായി ബന്ധപ്പെട്ടും പെരുന്നാളുമായി ബന്ധപ്പെട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ അറഫ സംഗമത്തിലെ ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ ലോകത്ത് ഭൂമി മണ്ണിന്റെ മുകളിൽ ആകാശത്തിന് കീഴിൽ ഒരു മനുഷ്യനും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, ആ സൗഭാഗ്യങ്ങളുടെ ഒരു വിഹിതം നമുക്കും ലഭിക്കാൻ
ലഭിക്കാൻ ഇത്തരം അമലുകൾ ശ്രദ്ധയോടെ ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.